ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് മീഞ്ചന്തയുള്ള ഒരു അമ്പലത്തിലാണ് കേട്ടോ. തിരുവിച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് നമ്മളിന്നുള്ളത്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണെങ്കിലും ഗണപതി, ഭൂമിദേവിയൊക്കെ ഉപദേവതമാരായിട്ടുണ്ട്. ഇത് വരുന്നത് ഈ ഭാഗത്തേക്ക് ബസ് പോകുന്നത് പോലെ പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോടും, നേരെ ഓപ്പോസിറ്റേക്ക് രാമനാട്ടുകര, പാലക്കാട് അങ്ങോട്ടുള്ള വഴി നമ്മളുടെ ഫയർഫോഴ്സ് ഓഫീസിൻ്റെ നേരെ മുന്നിലായിട്ടാണ് കേട്ടോ. ആർട്സ് കോളേജിൻ്റെ ഒക്കെ സൈഡിൽ കൂടിയുള്ള വഴി കൂടിയാണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകേണ്ടത്. തിരക്കിൽ നിന്നൊക്കെ മാറി കോഴിക്കോടിൻ്റെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ നല്ലൊരു ശാന്തതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ശ്രീകൃഷ്ണൻ്റെ അമ്പലം മാത്രമല്ല, അവിടെ ഭയങ്കര വലിയൊരു കുളമുണ്ട്, ഒരു ചിറ. അതാണ് ഈ അമ്പലത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. പോകുന്ന വഴി ഇതുപോലെ ഇങ്ങനെ ഫുള്ള് മരങ്ങളാട്ടോ. ആ റോട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ഇതുപോലെ വലിയ കണ്ണ് എത്താത്തത്ര വലുപ്പത്തിലുള്ള ഒരു ചിറയാണ് ഇത്. ഇത് നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ഒരു സ്ഥലമുണ്ട്, ഗേറ്റ് ഉണ്ട് അവിടെ, ചുമന്ന കാണുന്നതാണ് ഗേറ്റ്. കിടന്ന് കാല് കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാല് കഴുകാൻ വേണ്ടി പോകുമ്പോൾ തന്നെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കൊക്കെ മീനുകളിങ്ങനെ ചാടി ചാടി വരുമായിരുന്നു. അത്രയ്ക്ക് മീനുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെ ഫുട്ബോളൊക്കെ നടത്തുന്നുണ്ട്, കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴി ഇതാണ്. ഇവിടുന്ന് പണ്ട് മുന്നേ നമ്മൾ വന്നപ്പോൾ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകായിരുന്നു. ഇപ്പം വണ്ടിയിൽ പോകണമെങ്കിൽ ഇതിലേ ഇങ്ങനെ ചുറ്റിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാൻ പറ്റും. ഇതിലേ നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുന്നേ വന്നപ്പോൾ നമ്മൾ അങ്ങ് വരെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുന്നിൽ വലിയ 2 ആലുകളുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട്. ഭഗവാന്റെ ദർശനം ഇതുപോലെ കുളത്തിലേക്കാണ് വരുന്നത്. നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. ട്രെയിൻ പോകുന്ന കണ്ടില്ലേ, അടുത്ത സ്റ്റേഷൻ കല്ലായി സ്റ്റേഷനാണ് കേട്ടോ. കല്ലായി പാസഞ്ചറൊക്കെ നിർത്തുള്ളൂ. ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് മീൻചന്തയ്ക്ക് തന്നെ വരേണ്ടി വരുവേ. ആദ്യം നമ്മൾ വന്നപ്പോൾ അമ്പലം ഒരു പ്രാവശ്യം റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് അവിടെ കണ്ടില്ലേ, ചുമർ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ, ഭംഗിയാക്കിയിട്ടുണ്ട് അമ്പലം. ഞാനിപ്പോൾ ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ നമ്മളുടെ കഥകളാണ് കേട്ടോ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ഈ ചിത്രങ്ങളിലൂടെ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം മാതൃസമിതി അവിടെ നാമം ജപിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ചിത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ കുറേ നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതവിടം വരെയേ വരച്ചിട്ടുള്ളൂ. ആ ഷീറ്റ് കെട്ടിയില്ലേ, ഇനിയിപ്പം ബാക്കി ഇങ്ങോട്ടേക്ക് വരയ്ക്കാനും ഉണ്ട്. അവിടെ ഷീറ്റ് കെട്ടി മറച്ചതാണ്. ഇന്ന് ഞങ്ങൾ പോയ ദിവസം ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത. അമ്പലം ഭയങ്കര തിരക്കുള്ള അമ്പലമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ വരുമ്പോഴൊക്കെ തിരക്ക് കുറവായിരിക്കും കേട്ടോ, എപ്പോഴും തിരക്കുണ്ടാവാറില്ല. നമുക്ക് നല്ല സുഖമായിട്ട് കണ്ണ് നിറയെ കണ്ടിട്ട് വരാം കേട്ടോ. ചെറിയ കൃഷ്ണനല്ല, കൃഷ്ണൻ കുട്ടിയല്ല, ഉണ്ണിക്കണ്ണനൊന്നുമല്ല, വലിയൊരു രൂപമാണ് ഇവിടെയുള്ളത്. വലിയ ഒരു നിൽക്കുന്ന ഒരു രൂപമാണ് കേട്ടോ. നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടേ. ഉള്ളിലേക്കൊന്നും അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. ഇതാണ് ഒരു ആല്, തൊട്ടിപ്പുറത്ത് വേറെ ഒരു ആലുണ്ട് കേട്ടോ. ഇവിടെ നിറയെ മീനുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എല്ലാവരും മീനുകളെ നോക്കി നിൽക്കുകയാണ് ഇവിടെ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഒറ്റ മീനുകളില്ല കേട്ടോ, ഒന്നിനെയും കാണുന്നില്ല. ഞങ്ങളാണെങ്കിൽ വരുമ്പോൾ സ്കൂട്ടറിലാണ് വന്നത്. ഈ അവിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കാടൊക്കെ ചെത്തി വൃത്തിയാക്കുകയാണ് കേട്ടോ 2 പേര്. അവരിങ്ങനെ പോയി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവർക്ക് ചുറ്റി വരണം. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും പറയുകയാണ്, അയ്യോ മീനുകളൊക്കെ എവിടെ പോയി എന്ന്. ഒറ്റ മീനില്ല കേട്ടോ. ഹിന്ദിക്കാരൊക്കെ പിടിച്ചിട്ടുണ്ടാവും എന്നാണ് അവർ തന്നെ പറയുന്നത്. അങ്ങനെ കാണാൻ വന്നവർ കേട്ടോ, അമ്പലം തൊഴാൻ വന്നവരാണേ. അപ്പം നമ്മൾ ഏതായാലും കുറച്ച് അവിലെടുത്തിട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇട്ടാൽ ഇനി വന്നാലോ. അപ്പോൾ നമ്മൾ സ്കൂട്ടർ വെച്ചതിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് കുറച്ച് അവിൽ, പൊട്ടിക്കാത്ത പുതിയ അവിലായിരുന്നേ, ഇതിനായിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അതിട്ട് നോക്കി. അപ്പോൾ ഇവിടെ മീനുകളേ വരുന്നില്ല, കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അവർക്ക് ഈ അവിലൊന്നും തിന്നാനും പറ്റൂല. അങ്ങനെ അവിടെ നിന്ന് കുറേ ചേട്ടന്മാർ നടക്കുന്നുണ്ടേ, കുളത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു എക്സസൈസ് ആവും. അപ്പോൾ അതിലൊരേട്ടൻ പറഞ്ഞ്
ഇവിടെയല്ല, അവിടെ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് പോയാൽ മീനുകൾ അവിടേക്ക് വരും. മീൻ തീരെ ഇല്ലാണ്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു, പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ നേരം നിന്ന് നോക്കി. വലിയ ആമേനെയൊക്കെ കണ്ടു കേട്ടോ, ചെറിയ ഇളക്കമൊക്കെ കണ്ടു. പക്ഷെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് തന്നെ നടക്കുകയാണേ. കുറച്ച് നല്ലോണം നടക്കാനുണ്ട് കേട്ടോ അവിടം വരെ. പോകുന്ന വഴിക്കൊക്കെ കുറേശ്ശെ ഇട്ട് നോക്കി. അങ്ങനെ ഇവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അന്നത്തെ പോലെ ഇങ്ങനെ മീനുകൾ, ഇത് എവിടെ നിന്നാൽ തന്നെ മീനുകൾ ഇങ്ങനെ ചാടി വരും കേട്ടോ നമ്മളെ കാലിലേക്കൊക്കെ. വലിയ മുഷിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള മത്സ്യങ്ങളാണേ. അങ്ങനെ ഇവിടെ വന്നിട്ട് അവിലിട്ട് നോക്കി. അങ്ങനെ അപ്പോൾ ഒരു മത്സ്യം വന്നു. പക്ഷെ അത് നമുക്ക് ക്യാമറയിലൊന്നും കാണൂല. അത് നമ്മൾ തന്നെ ഒരു ചെറിയ നിഴലായിട്ടാണേ കാണുന്നത്. അപ്പോൾ എല്ലാ മത്സ്യങ്ങൾക്കും പേടിയായി പോയിന്ന് തോന്നുന്നു. പിടിക്കാൻ വന്നിട്ടേ പിടിക്കരുത് എന്നാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ പിന്നെ ബാക്കി എല്ലാവരും പിടിച്ചോളുമല്ലോ. ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം മീനുകൾ വരുന്നുണ്ട് എന്നാണ് എല്ലാവരും പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു മീനിനെ നമ്മൾ കണ്ടു, അതല്ലാതെ മീനുകളേ വന്നില്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ആ മീനിന് പിന്നെ നമ്മൾ വിചാരിച്ചു അവിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞു മീനുകളില്ലാന്ന് തോന്നുന്നു, എല്ലാം തീർന്നു പോയി. അത് കണ്ടില്ലേ, ഒരാൾ വന്ന് നോക്കിയിട്ട് പോയി. വലിയൊരു മീനായിരുന്നു കേട്ടോ അത്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നുമല്ല. അന്നത്തെ പോലെയാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് നമുക്ക് തികയൂല. അത്രയ്ക്ക് നമ്മളുടെ പയ്യന്നൂരുള്ള അമ്പലമില്ലേ സുബ്രഹ്മണ്യൻ്റെ, അവിടെ പോയാലുള്ള പോലെ ഉണ്ടാവുക. അവിടെ പക്ഷേ കളറുള്ള മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ കളറൊന്നുമില്ല. അങ്ങനത്തെ കുറേ മീനുകളുണ്ടായിരുന്നു. ഒറ്റയൊന്നിനെയും കാണുന്നില്ല. അങ്ങനെ ഇനി ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. നല്ലൊരു അമ്പലമാണ്. തളി ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് കോഴിക്കോടേക്ക് വരുന്ന കുറേ പേരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ മീൻചന്ത അമ്പലത്തിലും കൂടി ഒന്ന് പോയി നോക്കൂ കേട്ടോ. നല്ല ഭംഗിയുള്ള അമ്പലമാണ്. വൈകുന്നേരം രാവിലെ 9 മണി വരെ ഇവിടെ പൂജയുള്ളൂ. പിന്നെ നട അടയ്ക്കുവേ. പിന്നെ ഉള്ളത് വൈകുന്നേരമായിരിക്കും. അപ്പോൾ സമയം നമുക്ക് ഗൂഗിളിൽ നോക്കാം. അതിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് തൊഴുതിട്ട് പോയിക്കോളൂ. കോഴിക്കോടുള്ളത് തന്നെ കുറേ അമ്പലങ്ങളുടെ വീഡിയോ ചാനലിലുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.